അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട 6-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6-ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയ്ക്കുള്ള ലിസാനുൽ ഖുർആനിലെ ആദ്യത്തെ 4 ചാപ്റ്ററും അതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള രൂപത്തിലുള്ള അല്ലെങ്കിൽ അതേ മോഡലുള്ള കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും ഒക്കെയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഒന്നാമത്തെ പാഠത്ത് പഠിച്ച മുഅറബ് മബ്നിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നുക്കമ്മിലുൽ മുനാസിബി ബൈനൽ കൗസൈൻ. നുക്കമ്മില് നമുക്ക് പൂരിപ്പിക്കാം. മുനാസിബ് യോജിച്ചതിനെ ബൈനൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചതിനെ പൂരിപ്പിക്കാനാണ്. അപ്പൊ മുഅറബ് എന്നുള്ള കോളത്തില് അതിനോട് യോജിച്ചത് എടുത്ത് എഴുതുക. മബ്നി എന്നുള്ള കോളത്തില് അതിനോട് യോജിച്ചതും എടുത്ത് എഴുതുക. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ട എന്താണ്, മുഅറബിൽ ഏതൊക്കെ വരുന്നു പഠിക്കണം. അഥവാ ഇസ്മും ഫെയിലും മുളാരി ആണ് മുഅറബിൽ വരിക, ബാക്കിയൊക്കെ മബ്നിയാണ്. അപ്പൊ നോക്കുക, കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ്മാണല്ലേ, പുസ്തകം ഇസ്മല്ലേ. അപ്പൊ അത് മുഅറബിൽ എഴുതുക. മൻ എന്നുള്ളത് ഇസ്മാണോ? അല്ല. ഫീൽ മുദാരി ആണോ? അല്ല. അപ്പൊ അതിൽ എഴുതണം മബ്നിയിൽ എഴുതുക. അൻത എന്നുള്ളത് അതുപോലെയാണോ? അല്ല. അപ്പൊ മബ്നിയിൽ എഴുതുക. ഷജറത്ത് എന്നുള്ളത് എന്താണ്? മരം. എല്ലാ മരങ്ങൾക്കും ഷജറത്ത് എന്ന് പറയില്ലേ, അപ്പൊ എന്താണ്? ഇസ്മാണ്. അതുപോലെ അടുത്തത് ഹുവ. ഹുവ എന്നുള്ളത് ഇസ്മോ ഫീലാണോ? അല്ല. അതുപോലെ അത് കഴിഞ്ഞിട്ട് എന്താണ്? തോലിബുൻ. തോലിബുൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിദ്യാർത്ഥി. അപ്പൊ ഏതൊക്കെയാണ് ഇസ്മിൽ വരുന്നതെന്ന് മനസ്സിലായല്ലോ. അത് മനസ്സിലാക്കിയിട്ട് ഈ ഇസ്മ് അല്ലെങ്കിൽ ഫീല് മുളാരി ഇത് രണ്ടും എന്താണ്? മുഅറബാണ്. ഇത് രണ്ടും മാത്രമേ എന്തുള്ളൂ? മുഅറബുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതിലാണ് വരിക, മബ്നിയിലാണ് വരിക എന്ന് മനസ്സിലാക്കട്ടോ. അതുപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മൾ ഒന്നാം പാഠം പുസ്തകത്തിലുള്ള തദ്രീബാത്തില് അംസലത്തുൽ മുഅറബി അംസലത്തുൽ മബ്നി എന്ന് പറയുന്ന ഈ ഭാഗങ്ങളാണ്. ഇതാണ് പട്ടികപ്പെടുത്താൻ ചോദിക്കുക. കണ്ടോ, കിതാബുൻ തോലിബുൻ ബക്കറത്തുൻ ഷജറത്തുൻ, അതൊക്കെ എന്താണ്? ഇസ്മാണ്. അതുകൊണ്ട് എന്താണ്? മബ്നിയാണ്, മുഅറബാണ്. അതുപോലെ യസ്ഹബു തക്തുബു നജ്ലിസു അഖറു, ഇതൊക്കെ എന്താണ്? ഫീല് മുളാരി ആണ്. അതുകൊണ്ട് ഫീല് മുളാരി ആയത് കാരണത്താൽ എന്താണ്? മുഅറബാണ്. പിന്നെ അടുത്ത് പഠിക്കുക. ഹുവ ഹിയ അൻത നഹ്നു, അതിന് പറയണ പേരാണ് എന്തെന്നുള്ളത്? ലൊമാഇർ, അതായത് ലൊമീറുകള്. ഈ ലൊമീറുകളൊക്കെ എന്താണ്? മബ്നിയാണ് ട്ടോ. പിന്നെ മൻ, ഹൽ, കൈഫ, ഐന, ഇങ്ങനെ ചോദ്യചിഹ്നങ്ങൾ വരും. അതിന് പറയണ പേരാണ് അദവാത്തുൽ ഇസ്തിഫ്ഹാം. അതെന്താണ്? മബ്നീന്റെ ഉദാഹരണമാണ്. അതുപോലെ ഹാസ, ഹാദിഹി, ദാലിക, തിൽക, അതൊക്കെ എന്താണ്? അസ്മാഉൽ ഇഷാറയാണ്. അതുപോലെ തന്നെ പുസ്തകത്തിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും ഫീ, മൻ, ഇല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഹർഫുകൾ അങ്ങനെ വന്നാൽ അതിന് പറയുന്ന പേരാണ് ഹർഫുകൾ. അതെന്താണ്? മബ്നിയാണ്. അതുപോലെ പിന്നെ കുറച്ച് ഫീലുകൾ പറയുന്നുണ്ട്, ഫീല് മാലി, അതുപോലെ അംറൊക്കെ, അതെന്താണ്? മബ്നിയാണ്. അപ്പൊ ഈ പട്ടിക നല്ലോണം പഠിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ ആൻസർ ചെയ്താൽ വളരെ സുഖേകാരട്ടോ. നമ്മളെ ചാനലിൽ ഒന്നാം പാഠം പറയുന്നുണ്ട്, അതിൽ കയറി നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ട്ടോ. ഇനി ഈ ഭാഗത്ത് നിന്ന് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സിൽ ബിൽ മുനാസിബ്, യോജിച്ചത് കൊണ്ട് ചേർക്കാന്. നോക്കുക, നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞ പട്ടികയില് ബക്കറത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേക്കണേ? ബക്കറത്ത് പറഞ്ഞ ഇസ്മാണല്ലോ അല്ലേ. അപ്പൊ ഇസ്മാണെങ്കിൽ എന്താണ്? മുഅറബും ആണ്. ഇപ്പുറത്തെ കോളത്തിൽ നോക്കി ഇസ്മുണ്ട് മുഅറബുണ്ട്. അപ്പൊ അവിടെ എഴുതാൻ പറ്റുമോ അത്? അപ്പൊ അവിടെ ഏതാന്ന് ഇത് കൺഫ്യൂഷൻ ആയി അല്ലേ. അപ്പൊ അത് അവിടെ നിക്കട്ടെ. അടുത്ത് നോക്കുക. അൻത. അൻത എന്നുള്ളത് എന്തെന്നാ പറഞ്ഞത്? അൻത എന്നുള്ള ഏതാണ്? ലൊമീറാണ്. നമ്മൾ ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന, അൻത, അൻതുമ, അൻതും എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. ഫുൾ എന്താണ്? ലൊമീറുകളാണ്. അപ്പൊ അൻത എന്നുള്ള ഏതാണ്? ലൊമീറാണ്. പിന്നെ ഫഅല. ഫഅല പറഞ്ഞാൽ എന്താണ്? 3 അക്ഷരം ഉള്ളൂ. അപ്പൊ എന്താണ്? ഫീല് മാദിയാണ്. ഫീല് മാദി എന്താണ്? അവിടെ കൊടുത്തുക്കണോ? ഇല്ല. അപ്പൊ ഫീല് മാദി എന്താണ്? മബ്നിയല്ലേ. അപ്പൊ അവിടെ ഏതാ വരിക? മബ്നിയ്. ഇനി അടുത്തതാണ് യദ്ഹബു. യദ്ഹബു എന്ന് പറഞ്ഞാൽ യാ വന്നിക്കണു. അപ്പൊ എന്താണ്? ഫീല് മുളാരി അല്ലേ. ഫീല് മുളാരി മുഅറബാണല്ലേ. പക്ഷെ ഇവിടെ ഫീല് മുളാരി എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്? അവിടെ മുഅറബ് എന്ന് എഴുതണം. ബക്കറത്ത് എന്നുള്ളിടത്ത് എന്ത് എഴുതണം? ഇസ്മു എന്ന് എഴുതണം കേട്ടോ. അതുപോലെ സാലിക. സാലിക എന്നുള്ളത് എന്താണ്? അസ്മാഉൽ ഇഷാറ, ഇഷാറത്തിന്റെ ഇസ്മാണ്. ഈ രൂപത്തിലാണ് പൂരിപ്പിക്കേണ്ടി വരിക. അടുത്തത് നോക്കുക, സൊറഫാക്കാനാണ് പറയണത്. ഓക്കുമിൽ ജദ്വലൽ ആത്തിയ, താഴെയുള്ള പട്ടിക പൂർത്തിയാക്കാനാണ് പറയണത്. ഇങ്ങനെ തന്നിട്ടുണ്ടോ? ഫെയിലും മാതിയാണ് അടിക്ക് സർഫാക്കണ്ടേ. അതുപോലെ അപ്പുറത്ത് ഫീലും മുളാരിയും. അതുപോലെ ഈ സൈഡിൽ കാണാം ഇബ് മുസ്ബത്ത്. അപ്പൊ ഫീല് മാതി ഇബു ആണ്, ഫീല് മാതി മുസ്ബത്തും ആണ് സർഫാക്കേണ്ടത്. അഥവാ ആദ്യത്തെ ആറിനാണ് സർഫാക്കേണ്ടത്. മുസ്ബത്ത് പറഞ്ഞാൽ മാ ഇല്ലാതെ സർഫാക്കുക. അപ്പൊ കത്തബ, കത്തബ, കത്തബു, കത്തബത്ത്, കത്തബത്ത, കത്തബിന, അത് കഴിഞ്ഞു. ഈ ഫീല് മുളാരി ആകുമ്പോ യഷ്കുറ്, യഷ്കുറാനി, യഷ്കുറൂന, തഷ്കുർ, തഷ്കുറാനി, യഷ്കുർന, അതാണ് ഇവിടെ സർഫാക്കാനുള്ളത്. ഇനി നേരെ അപ്പുറത്തേക്ക് നോക്കി, ഫീല് മാതി സർഫാക്കണം. അതുപോലെ ഫീല് മുളാരിയും സർഫാക്കാണ്ട്. പക്ഷെ ഹാദിറാണ്. ഹാദിർ പറഞ്ഞാൽ എന്താണ്? അവസാനത്തെ ആറിനാണ് വരിക. ആദ്യത്തെ ആറിനം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആറിനുണ്ടല്ലോ സർഫാക്കുമ്പോൾ, അതാണ് ഹാദിർ എന്ന് പറഞ്ഞാൽ കേട്ടോ. മൻഫിയാണ് വേണ്ടത്. മൻഫി ആകുമ്പോ എന്താന്നോ? മാദിന്റെ കൂടെ മാ ചേർത്ത് കൊടുക്കണം, മുലാരിന്റെ കൂടെ ലാമും ചേർത്ത് കൊടുക്കണം. അപ്പൊ മാ കത്തബ്ത, മാ കത്തബ്തുമാ, മാ കത്തബ്തും, മാ കത്തബ്തി, മാ കത്തബ്തുമാ, മാ കത്തബ്തുന്ന.
അടിയിൽ കാണാം മുത്തകല്ലിമു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ നേരെ എന്ത് എഴുതണം? മാ കതബ്തു. ഇനി നേരെ അപ്പുറത്ത് ലാ തഷ്കുറു ലാ തഷ്കുറാനി ലാ തഷ്കുർന ലാ തഷ്കുരീന ലാ തഷ്കുറാനി ലാ തഷ്കുർന ലാ അഷ്കുറു. ഈ രൂപത്തിലാണ് സർഫാക്കേണ്ടത്. അപ്പൊ നമ്മളെ പുസ്തകത്തിൽ സർഫാക്കാൻ ചോദിച്ചത് ഫുള്ള് നമ്മൾ സർഫാക്കി പഠിച്ചിരിക്കണം. പൂരിപ്പിക്കാൻ വന്നതും തദ്രീബാത്തിൽ നുസറ്റിഫ് എന്ന് പറഞ്ഞു കൊടുത്തതും ഏറിയ ടോട്ടൽ 8 ഫീലൊക്കെ ഉണ്ടാവുള്ളൂ. അത് നല്ലേക്കും എന്താവുക സർഫാക്കി പഠിക്കട്ടോ. ഇനി സർഫാക്കാൻ ചോദിക്കുന്ന അടുത്തൊരു രൂപമാണ് ഇത് നുസരിഫു. കണ്ടില്ലേ? മാ കത്തബ വാക്കി പൂരിപ്പിക്കുക കത്തബിന് വരെ. മാ കത്തബ മാ കത്തബ മാ കത്തബു മാ കത്തബത്ത് മാ കത്തബത്ത മാ കത്തബിന. അതുപോലെ അടുത്ത് തൻസുറു തൻസുറാനി തൻസുറൂന തൻസുരീന തൻസുറാനി തൻസുർന. ലാ യഷ്കുറു ലാ യഷ്കുറാനി ലാ യഷ്കുറൂന ലാ തഷ്കുറു ലാ തഷ്കുറാനി ലാ യഷ്കുർന. അപ്പൊ ഈ രൂപത്തിൽ എന്താവുക സൊറഫാക്കി പഠിക്കുക. പുസ്തകത്തിലും തദ്രീബാത്തിലും വന്ന് ഫുള്ള് സൊറഫാക്കി പഠിക്കട്ടോ. അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ മുമ്പ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഫീല് മാദി മുസ്ബത്ത് മൻഫി, ഇങ്ങനെ രണ്ടാം പാഠം. രണ്ട് രൂപം ഉണ്ടല്ലേ, ഫീല് മാദി മുസ്ബത്ത് ഫീല് മാദി മൻഫി എന്ന് എന്താ നമ്മൾ പഠിക്കണം. ഫീല് മാദി മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ രൂപത്തിൽ വരിക ഫഅല കതബ നസറ. ഈ രൂപത്തിൽ സാധാരണ മാറി വരുന്നതാണ് ഫീല് മാദി എന്ന് പറയുക. ഇനി ആ ഫീല് മാദി മുസ്ബത്തിന് മൻഫിയാക്കാൻ ചെയ്യേണ്ടത് നമ്മൾ അതിന്റെ മുമ്പ് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഒരു മാ എഴുതി കൊടുക്കുക. അപ്പൊ മാ ഫഅല കത്തബയോട് കൂടെ മാ ചേർക്കുമ്പോ മാ കത്തബ, നസറയോട് കൂടെ മാ ചേർക്കുമ്പോ മാ നസറ. അപ്പൊ എന്തായി? മൻഫിയായി. ഇനി മൻഫി ആയതിനെ മുസ്ബത്താക്കാൻ നേരെ ആ മാ ഒഴിവാക്കിയാൽ മതി. മാ ഫഅല എന്നുള്ളിത്തെ മാന ഒഴിവാക്കിയിട്ട് ഫഅല എന്നാക്കുക. മാ കത്തബ എന്നുള്ളിത്തെ മാന ഒഴിവാക്കിയിട്ട് കത്തബ എന്നാക്കുക. ഈ രൂപത്തിൽ കേട്ടോ. ഇതുപോലെ തന്നെ മൂന്നാമത്തെ പാഠത്ത് പഠിക്കേണ്ടതാണ് ഫീല് മുളാരി മുസ്ബത്ത് ഫീല് മുളാരി മൻഫി എന്നുള്ളത്. ഫീല് മുളാരി മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ രൂപത്തിൽ വരുന്നത് യഫ്അലു യക്തുബു യൻസുറു അവ സാധാ മുളാരിയാണ്. ഫീല് മുളാരി മൻഫി എന്ന് പറഞ്ഞാല് നേരെ ഈ ഫീല് മുളാരിന്റെ മുമ്പ് എന്തുണ്ടാവും എന്ന് അറിയോ? ഒരു ലാം ഉണ്ടാവും. അപ്പൊ ലാ യഫ്അലു ലാ യക്തുബു ലാ യൻസുറു. ഇതിനാണ് ഫീല് മുളാരി മൻഫി എന്ന് പറയുന്നത്. ഇനി ഫീല് മുളാരി മുസ്ബത്ത് ആയ ഒരു ഫീലിനെ മൻഫി ആക്കാൻ പറഞ്ഞാല് ഇപ്പൊ യഫ്അലു മുസ്ബത്താണല്ലോ, അതിനെ മൻഫി ആക്കാൻ പറഞ്ഞാല് അതിന്റെ മുമ്പ് ഒരു ലാം ഇട്ട് കൊടുക്കുക. ലാ യഫ്അലു. ഇപ്പൊ യക്തുബു എന്നുള്ളതിനെ മൻഫിയാക്കാൻ പറഞ്ഞാല് ലാ യക്തുബു, യൻസുറു എന്നുള്ളതിനെ മൻഫിയാക്കാൻ പറഞ്ഞാല് ലാ യൻസുറു. ഈ രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കട്ടോ. ഓക്കെ, നുഹവ്വിലുൽ ഫിഅലിൽ മുസ്ബത്തി ഇലൽ മൻഫി. നുഹവ്വിലു നമുക്ക് തെറ്റിക്കാം. ഫിഅലിൽ മുസ്ബത്തി മുസ്ബത്തായ ഫിഅലിനെ നമുക്ക് എന്താവാം? മൻഫി ആക്കിയിട്ട് മാറ്റാം. അപ്പൊ ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. അൽ ഒനമു യഅ്കുലുൽ ഹുഷ്ബ. ഒനം പറഞ്ഞ ആട്, യഅ്കുലു തിന്നുന്നു, ഹുഷ്ബ എന്ന പുല്ല്. ആട് പുല്ല് തിന്നുന്നതാണ്. അപ്പൊ യഅ്കുലു എന്നാണ് ഇവിടെ എന്ത്? ഫിഅല്. അത് മുസ്ബത്താണ്. അതിന് നമ്മൾ എന്താക്കണം? മൻഫി ആക്കണം. അപ്പൊ യഅ്കുലു എന്നുള്ളതിന്റെ ഫസ്റ്റ് യാ ഉണ്ട്. അപ്പൊ എന്താണ്? മുളാരിയാണ്. മുളാരിനെ മൻഫിയാക്കാൻ ഫസ്റ്റ് എന്താ ഇട്ട് കൊടുക്കേണ്ടത്? ലാമ്. അപ്പൊ അൽ ഒനമു ലാ യഅ്കുലുൽ ഹുഷ്ബ എന്ന് എഴുതി കൊടുക്കണം. ഇനി അടുത്തത് നോക്കി നിങ്ങള്. കലബ ഇഹ്സാനുൻ. ഇഹ്സാൻ കളവ് പറഞ്ഞു എന്നാ പറഞ്ഞത്. കലബ കളവ് പറഞ്ഞു, ഇഹ്സാൻ ഇഹ്സാൻ കളവ് പറഞ്ഞു. കസബ എന്നുള്ളതിൽ യാ ഉണ്ട് തുടക്കത്തില്? ഇല്ല. അപ്പൊ അതെന്താണ്? മാദിയായ ഫീലാണ്. മാദിയായ ഫീലിനെ മൻഫിയാക്കാൻ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ആദ്യത്തില് മാ ചേർത്ത് കൊടുക്കുക. അപ്പൊ മാ കസബ ഇഹ്സാനുൻ. ഇനി അടുത്തത് നോക്കാം. യസ്ബഹുൽ ഔലാദു ഫിൽ ബിർക്കത്തി. അല്ലെ, കുളത്തില് വിദ്യാർത്ഥികൾ നീന്തുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ യസ്ബഹു നീന്തുന്നു. അപ്പൊ അതാണ് ഇവിടെ എന്ത്? ഫീല്. അപ്പൊ അതിന്റെ തുടക്കത്തിൽ യാ വന്നുക്കണു. യാ ഉണ്ടെങ്കിൽ എന്താണ്? ഫീല് മുളാരിയാണ്. ഫീല് മുളാരിനെ മൻഫിയാക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിന്റെ തുടക്കത്തിൽ എന്ത് ചേർത്ത് കൊടുക്കണം? ലാമ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ലാ യസ്ബഹുൽ ഔലാദു ഫിൽ ബിർക്കത്തി എന്നാക്കി കൊടുക്കുക. അടുത്ത് നോക്കി നിങ്ങള്. അൽ വലദാനി കതബ ദർസ. അൽ വലദാനി രണ്ട് വിദ്യാർത്ഥികൾ അല്ലെ. കതബ കതബ എഴുതുന്നു, എഴുതി. ദർസ പാഠം എഴുതി എന്നാ പറയണത്. കതബ എന്നാ പറഞ്ഞത്. അപ്പൊ അതാണ് ഇവിടെ ഫീല്. തുടക്കത്തിൽ യാ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ഫീല് മാദിയാണ്. ഫീല് മാദി ആവുമ്പോ അതിന്റെ മുമ്പ് മൻഫിയാക്കാൻ എന്താ ചേർത്ത് കൊടുക്കണ്ടേ? മാ ചേർത്ത് കൊടുക്കണം. അപ്പൊ എന്താവുക? അൽ വലദാനി മാ കതബ ദർസ എന്ന് എഴുതി കൊടുക്കുക. ഇനി ഈ രൂപത്തിൽ വന്ന വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ്. അതിന്റെ മുമ്പ് നോക്കുക. പൂരിപ്പിക്കാൻ വന്നു റബ്ബന ഡാഷ് അലീം. അപ്പൊ ഒന്നാം പാഠത്തിൽ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം എന്നുള്ളത് എന്താവുക? പഠിക്കുക. വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ അശ്രദ്ധ കാരണം അതിന്റെ മാർക്ക് നഷ്ടപ്പെടരുത് കേട്ടോ. ഇനി ഒയറു മുസ്ബത്തിനിൽ മൻഫി. അപ്പൊ മുസ്ബത്തിനെ മൻഫിയിലേക്ക് എന്താക്കാനാണ്? തെറ്റിക്കാനാണ്. ഇപ്പൊ റജ ജമീ ഉത്തലാമി നമ്മുടെ പുസ്തകത്തിൽ വന്ന ഭാഗമാണല്ലേ. ആ റജ എന്നുള്ള ഫീൽ എന്തായി കൊടുക്കുക? മാദിയല്ലേ, യാ ഇല്ലല്ലോ ഫസ്റ്റ്. ഇപ്പൊ മാ റജ എന്നാക്കുക. അടുത്ത യസ്ബഹുൽ ഔലാദു ഫിൽ ബിർക്കത്തി. അപ്പൊ ലാ യസ്ബഹു എന്നാക്കുക. കാരണം തുടക്കത്തിൽ യാ ഉണ്ട്. അപ്പൊ ഫീൽ മുളാരിയാണ്. ആ ഫീൽ മുളാരിനെ മൻഫിയാക്കാൻ തുടക്കത്തിൽ എന്ത് ചേർത്ത് കൊടുക്കണം? ലാം ചേർത്ത് കൊടുക്കണം. അടുത്തത് ഖറജത്തി ത്വാലിബത്തു ഇല സോഫി. ഖറജത്തി ത്വാലിബത്തു. ഖറജ എന്നാണ് ഫീൽ അല്ലേ. മുളാരിയാണോ? അല്ല. കാരണം യാ ഇല്ല. അപ്പൊ എന്താണ്? മാദിയാണ്. അപ്പൊ മാ ചേർത്തെടുക്കണം. മാ ഹറജത്തി ത്വാലിബത്തു ഇല സൊഫി എന്നാക്കി കൊടുക്കുക.
അത്വാലിബാനി എൽ അബാനി. തുടക്കത്തിൽ എന്തുണ്ട്? യാ ഉണ്ട്. എൽ അബാനി. അപ്പൊ ലാ എൽ അബാനി എന്നാക്കി കൊടുക്കട്ടോ. അൽ വലദാനി അക്കല അൽ മൗസ. രണ്ട് വിദ്യാർത്ഥികൾ എന്തായി? പഴം തിന്നു എന്നാണ് പറയണേ. അക്കല. അപ്പൊ എന്തായി കൊടുക്കണം? അൽ വലദാനി അക്കല എന്ന് പറയുമ്പോ മാതിയല്ലേ. അപ്പൊ അൽ വലദാനി മാ അക്കല. പിന്നെ അൽ ബനാത്തു ജലസ്ന അലൽ മക്അദി. ജലസ എന്നുള്ള ഫീല് മാതി തന്നെയാണ്. അപ്പൊ മാ ജലസ്ന അലൽ മക്അദി എന്നാക്കി കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫീല് മാതി ആണെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ മാ ചേർത്ത് കൊടുക്കുക. ഫീല് മുളാരി ആണെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ തുടക്കത്തില് ആ മുളാരിന്റെ തൊട്ട് മുമ്പ് എന്തായി കൊടുക്കുക? ലാ ചേർത്ത് കൊടുക്കട്ടെ. ലാ എന്നുള്ളത് ഇതാണ് ഇതിന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയാൽ ഒരു പ്രയാസമില്ല ഒരു മുസ്ബത്തിനെ മനസ്സിലാക്കാൻ കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ് നക്തുബുൽ ജംഅ വൽ മുഫ്രദ. അഥവാ ജംഉം മുഫ്രദ് എഴുതാനാണ്. നമ്മളെ പുസ്തകത്തില് എല്ലാ പാഠത്തിന്റെ അവസാനത്തില് തദ്രീബാത്തുകളിൽ കാണാം ജംഉം മുഫ്രദ് പറഞ്ഞു കൊടുത്തിട്ട് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. മക്കളെ നിർബന്ധമായിട്ടും പഠിച്ചോണ്ട് കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കണ മുഫ്രദ് കൊടുത്തിന്റെ ജംഇന്റെ മുഫ്രദ് എഴുതാണ്. ഇപ്പൊ ബലദ് മുഫ്രദാണ്, അതിന്റെ ജം ആണ് എഴുതേണ്ടത്. ബലദുൻ ജമ്മ് ബിലാദ്, നഖ്തുൻ ജമ്മ് നുഖൂദ്, ബൈത്തുൻ ജമ്മ് ബുയൂത്ത്. അതുപോലെ അപ്പുറത്തെ സൈഡ് കൊടുത്തിരിക്കുന്ന ഫുള്ള് ജം ആണ്. അവിടെ നമ്മൾ മുഫ്രദാണ് ഇതിന്റെ. മസാജിദ് പറഞ്ഞ പള്ളികൾ. അപ്പൊ ഒരു പള്ളിക്ക് എന്താ പറയാ? മസ്ജിദ്. അസ്വാഖ് പറഞ്ഞ അങ്ങാടികള്. അപ്പൊ ഒരു അങ്ങാടിക്ക് എന്താ പറയാ? സൂക്ക്. സ്വലാവാത്ത് എന്ന് പറഞ്ഞ നിസ്കാരങ്ങള്. അപ്പൊ നിസ്കാരത്തിന് എന്താ പറയാ? സ്വലാത്ത്. ഇതൊക്കെ നമ്മുടെ തെദ്രീബാത്തിൽ വന്ന കാര്യങ്ങളാണ്. അപ്പൊ നിർബന്ധമായിട്ടും അത് പഠിക്കുക. അപ്പൊ ലിസാൻ ഖുർആനിൽ പറയുകയാണെങ്കിൽ നമ്മൾ തെദ്രീബാത്ത് ഫുള്ള് പൂർണ്ണമായിട്ടും പഠിക്കുക. പിന്നെ നമ്മളെ പാഠഭാഗങ്ങള് അർത്ഥം വെച്ചിട്ടും പഠിക്കുക. നമുക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും ലിസാൻ ഖുർആനിൽ കേട്ടോ. ഇനി അടുത്ത രൂപമാണ് നുഅരിബു. അറബിയിലാക്കാൻ തരും. അപ്പൊ നമ്മൾ തദ്രീബാത്തിൽ വന്ന ഭാഗങ്ങളോ അല്ലെങ്കിൽ പുസ്തകത്തിൽ ഏതെങ്കിലുമൊക്കെ ഭാഗം തന്നിട്ട് അത് അറബിയിലാക്കാൻ. അപ്പൊ നോക്കുക, എന്റെ പുസ്തകം ബാഗിലാണ്. അപ്പൊ എന്റെ പുസ്തകം, പുസ്തകത്തിന്റെ അറബി നമുക്ക് എല്ലാവർക്കും അറിയില്ല. എന്താണ്? കിതാബ്. ബാഗിന് എന്താ പറയാ? ഹക്കീബത്ത്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പൊ എന്റെ പുസ്തകം ബാഗിലാണെന്ന് എങ്ങനെ പറയാ? പേനക്ക് എന്താ പറയാ? കലം. അപ്പൊ എന്റെ പേന എന്നുള്ളതിന് കലമീ എന്ന് പറയും. അപ്പൊ എന്റെ പുസ്തകം എന്നുള്ളതിന് എന്താ പറയാ? കിതാബി. എന്റെ പുസ്തകം ഫിൽ ഹക്കീബത്തി ബാഗിലാണ്. അപ്പൊ കലമി എന്റെ പേന ഫിൽ ഹക്കീബത്തി ബാഗിലാണ്. ആ രൂപത്തിൽ കേട്ടോ. ഇനി അടുത്ത് നോക്കി, കഅബ എവിടെയാണ്? എവിടെയാണെന്നുള്ളതിന്റെ അറബി എന്താണ്? ഐന. ഫൈനൽ കഅബ. കഅബ എവിടെയാണ്? അത്രേ ഉള്ളൂ. ഇനി അടുത്തത് അർത്ഥം എഴുതാനാണ്. തെർജിം. അർത്ഥം എഴുതാനായിട്ട് അടുത്തത് എന്താണ്? ഉഹിബ്ബു ലാലിക്കൽ മസ്ജിദ്. ഉഹിബ്ബു ലാലിക്കൽ മസ്ജിദു. അതുപോലെ ഉഹിബ്ബു എന്താണ്? ഞാന് ഇഷ്ടപ്പെടുന്നു. ലാലിക്കൽ മസ്ജിദ് പള്ളിനെ ഞാൻ എന്താകുന്നു? ഇഷ്ടപ്പെടുന്നു. അതുപോലെ വസലൽ ഉസ്താദ്. ഉസ്താദ് എത്തിച്ചേർന്നു. ഇല സോഫി. എവിടെ? ക്ലാസ്സിലേക്ക്. അതൊക്കെ പാഠഭാഗത്ത് വന്ന ഭാഗമാണ്. അപ്പൊ നല്ലേക്കിന് പാഠഭാഗങ്ങള് അർത്ഥം വെച്ച് മനസ്സിലാക്കി പഠിക്കട്ടോ. ഇനി അതുപോലെ അർത്ഥം എഴുതാൻ ചോദിക്കണമെന്നാണ്. അതുപോലെ അറബിയിലാക്കാനൊക്കെ ചോദിക്കണമെന്നാണ്. അരിബു. ഞാൻ പേന കൊണ്ട് എഴുതുന്നു. അപ്പൊ ഞാൻ അല്ലെ അന്ന പേനക്ക് എന്താ പറയാ? കലമ്. കൊണ്ട് എന്നുള്ളതിന് ബി. നമ്മൾ ജെറിന്റെ അർഫ് പഠിച്ചപ്പോ പറഞ്ഞില്ലേ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്. എഴുതുക എന്നുള്ളതിന് കത്തബ. അപ്പൊ എന്തുകൊണ്ട് എഴുതണ? ബിൽ കലമ്. പേന കൊണ്ടാണ് എഴുതണല്ലേ. എഴുതാനുള്ളതിന് കത്തബ. അപ്പൊ കത്തബ എന്നുള്ളതിന് അക്തുബു എന്നൊക്കെ. അന എന്നുള്ളതിന്റെ ആദ്യത്തെ അംശം ഉണ്ടല്ലോ, അത് നേരെ കത്തബിക്ക് കൂട്ടിയിട്ട് അക്തുബു എന്ന് എഴുതുക. അക്തുബു ഞാൻ എഴുതുന്നു. ബിൽ കലമി പേന കൊണ്ട് ഞാൻ എഴുതുന്നു. പിന്നെ അടുത്ത എന്താണ്? ഷാക്കിർ കളവ് പറഞ്ഞിട്ടില്ല. വലാ മാ കദിബ കളവ് പറഞ്ഞിട്ടില്ല. ആര്? ഷാക്കിറുൻ. മാ കദിബ കളവ് പറഞ്ഞിട്ടില്ല. മാ കദിബ ഷാക്കിറുൻ. ഷാക്കിർ കളവ് പറഞ്ഞിട്ടില്ല. ഇനി നോക്കാം നുതർജിം അഥവാ അർത്ഥം എഴുതാനാണ്. ഹാദിഹി മദ്രസത്തി. അതെന്താണ്? എന്റെ മദ്രസയാണ്. യദ്അബുൽ മുസ്ലിമൂന ഇലാ മക്കത്തി അദാഇൽ ഹജ്ജ് വൽ ഉംറ. അല്ലെ, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങള് മക്കയിലേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മൾ ഒന്നാം പാഠത്തിൽ പഠിച്ചതാണ്. അപ്പൊ ആ രൂപത്തില് നല്ല റെഡിക്ക് പാഠഭാഗങ്ങളൊക്കെ അർത്ഥം വെക്കുക. ഇനി അടുത്തത് നോക്കാം. നുകമ്മിലുൽ ഹിവാറ. ഹിവാർ പൂരിപ്പിക്കാനാണ്. അപ്പൊ നമ്മൾ പുസ്തകത്തിലെ പാഠഭാഗത്തിൽ വന്ന ഭാഗമാണ് ഒന്നാം പാഠത്തില്. സല്ലമൽ ഉസ്താദ്. ഉസ്താദ് സലാം പറഞ്ഞ തുല്ലാബി. അല്ലെ, വിദ്യാർത്ഥികളുടെ മേൽ വസാല. എന്നിട്ട് അവരോട് ചോദിച്ചു അല്ലെ, കൈഫ ഹാലുക്കും, നിങ്ങളുടെ ഹാലെന്താണ്? നിങ്ങൾക്കൊക്കെ സുഖല്ലേ എന്ന് ചോദിച്ചു. ഫജാബൽ ജമിയ. മുഴുവൻ വിദ്യാർത്ഥികളും മറുപടി പറഞ്ഞത് സൈൻ അൽഹംദുലില്ലാ, ഞങ്ങൾക്കൊക്കെ സുഖാണെന്നുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഒന്നാം പാഠത്തില്, അതാണ് പൂരിപ്പിക്കാൻ കൊടുത്തിട്ടുള്ളത്. പുസ്തകത്തിൽ ഏതെങ്കിലും ഭാഗമൊക്കെ പൂരിപ്പിക്കാൻ വരും. അപ്പൊ ആ രൂപത്തിൽ തന്നെ അർത്ഥം വെച്ച് പഠിച്ചാൽ നമുക്ക് പ്രയാസം ഉണ്ടാവൂല. ആകെ 4 പാഠമുള്ളൂ. ഇനി അടുത്ത ഭാഗം നോക്കി, നമ്മൾ 2ാം പാഠത്തിലെ ഭാഗമാണ്. 3ാം പാഠത്തിലെ ഒരു ഭാഗം പൂരിപ്പിക്കാൻ കൊടുത്തിട്ടാണ്. അൽ മുഅ്മിനു. അല്ലെ, സത്യവിശ്വാസി ഡാഷ് എന്താണ്? യഷ്കുറുല്ലാഹ് വറസൂലുഹു. അള്ളാഹുവിനും അവന്റെ റസൂലിനും ശുക്ർ ചെയ്യും, നന്ദി ചെയ്യും. അല്ലെ, കുല്ലിഹീനിൻ. എല്ലാ സമയത്തും അവൻ എന്തേ ചെയ്യുള്ളൂ? യസ്തുക്കു വയസ്തുക്കു കുല്ലിഹീനിൻ. എല്ലാ സമയത്തും സത്യം മാത്രമേ പറയുള്ളൂ. അല്ലെ, അതുപോലെ വയഅമലുൽ ഹൈറ. നല്ലത് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? വയൻസുറുൽ മദ്ലൂമ. അവനെന്താവും? ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കും.
വൽ വയർഹമുൽ ഫുഖറാഹ, പാവപ്പെട്ടവരോട് എന്താവും കരുണ ചെയ്യും. ഇത് നമ്മൾ രണ്ടാം പാഠാണ്. അപ്പൊ ഈ രൂപത്തിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പാഠഭാഗത്തുനിന്ന് പൂരിപ്പിക്കാൻ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആദ്യം പഠിക്കട്ടെ എല്ലാ വിദ്യാർത്ഥികളും. ഇനി അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള നിർബന്ധമായിട്ടും വരുന്ന ഒന്നാണ് അർത്ഥം എഴുതുക എന്നുള്ളത്. നക്തുബുൽ മഅന, അർത്ഥം എഴുതുക. നമ്മളെ പുസ്തകത്തിൽ തദ്രീബാത്തിന്റെ അവസാനത്തിൽ വാക്കർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ പാഠത്തിലും പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. അത് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ചോദിക്കട്ടോ. അപ്പൊ നക്കത് പറഞ്ഞാൽ നാണയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഹും പറഞ്ഞാൽ എന്താണ്, പനി. ഉദയ പറഞ്ഞാൽ സ്ഥാപിക്കപ്പെട്ടു. സൂക്ക് പറഞ്ഞാൽ അങ്ങാടി. മക്തബത്ത് പറഞ്ഞാല് ലൈബ്രറി. അപ്പൊ ഈ രൂപത്തിൽ എന്തൊക്കെ പദങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ അതൊക്കെ പഠിക്കട്ടോ. അപ്പൊ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട വാക്കർത്ഥങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക. ലിസാനിലെ 4-ാമത്തെ പാഠമായ ഹുറൂഫുൽ ജർ അഥവാ ജാർ മജ്റൂറിന്റെ പാഠം, അതിന്നാണ് ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതും വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നല്ലപോലെ മനസ്സിലാക്കുക. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട ജെറിന്റെ 8 ഹർഫുകൾ ഉണ്ടല്ലോ നമ്മൾ പാഠത്ത് പറഞ്ഞത്, അത് ഫുള്ള് കാണാ പഠിക്കുക. മിൻ, ഇല, അൻ, അല, ഫി, ലി, ബി, ക, ആ രൂപത്തിൽ തന്നെ ഉണ്ടാവുക. അത് കാണാ പഠിക്കുക 8 എണ്ണം. അങ്ങനെ 8 എണ്ണം കാണാ പഠിച്ച് അതിന്റെ അർത്ഥം കൂടെ പഠിക്കും. മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്, മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന്, മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്, ആ രൂപത്തിൽ. ഇല പറഞ്ഞാൽ ലേക്ക്, ഇല സൂക്കി അങ്ങാടിയിലേക്ക്, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. അപ്പൊ ഇല എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്, ലേക്ക് എന്നാണ് പഠിക്കുക. അതുപോലെ അൻ എന്ന് പറഞ്ഞാൽ തൊട്ട്, അനിൽ മഖഅദി അല്ലെങ്കിൽ അനിൽ മുസ്ലിമി, മുസ്ലിമിനെ തൊട്ട് അല്ലെങ്കിൽ മുസ്ലിമിനെ കുറിച്ച്, ആ രൂപത്തിലൊക്കെ. അതുപോലെ തന്നെ അടുത്തതാണ് അല, അല തോവിലെത്തി, മേശയുടെ മേല്. അതുപോലെ ആ ആ രൂപത്തിൽ അലന്റെ അർത്ഥം മേലാണ്, മീതെ എന്നുള്ള അർത്ഥമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഫീ എന്നുള്ളതിന്റെ അർത്ഥം ഫിൽ മസ്ജിദി പള്ളിയിൽ, ഫിൽ ഹക്കീബത്തി ബാഗിൽ, ഫിൽ സൊഫി ക്ലാസ്സിൽ. അപ്പൊ ഇൽ എന്നുള്ള അർത്ഥമാണ് എന്തിന് വരുന്നത്, ഫീക്ക് വരുന്നത്, ഉള്ളിൽ എന്നുള്ള ഒരു അർത്ഥത്തിന് കേട്ടോ. ഇനി ലീ എന്ന് പറഞ്ഞാൽ വേണ്ടി, ലി കലമി പേനക്ക് വേണ്ടി. അതുപോലെ ലിൽ സാജിദി സാജിദിന് വേണ്ടി, ലിൽ മുസ്ലിമി മുസ്ലിമിന് വേണ്ടി, ലി അഹി സഹോദരന് വേണ്ടി. അപ്പൊ ലീ എന്ന് പറഞ്ഞാൽ എന്താണ്, വേണ്ടി എന്നാണ് അർത്ഥം. ഇനി ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ബിൽ കലമി പേന കൊണ്ട്, ബിൽ ഖുറത്തി പന്ത് കൊണ്ട്, ആ രൂപത്തില് ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ടൊക്കെ പഠിക്കുക. ക എന്ന് പറഞ്ഞ പോലെ ട്ടോ, അതേപോലെയാണെന്ന് പറയില്ലേ, അതിനാണ് ക എന്ന് ഉപയോഗിക്കുക. അപ്പൊ ആദ്യം ഈ രൂപത്തിൽ 8 വാക്കും അതിന്റെ അർത്ഥം പഠിക്കുക. നമുക്ക് ഈ പാഠത്തിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും വളരെ സിമ്പിൾ ആയിക്കാരം. ഇനി ഇതിന് വരാൻ ചാൻസ് ഉള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കട്ടോ. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജാർ മജ്റൂറിനെ തെരഞ്ഞെടുത്ത് എഴുതാൻ. ഇപ്പൊ ഒന്നാമത്തെ ഉദാഹരണം നോക്ക്, ഇദ്ഹബ് ഇല സൂക്കി. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്നും കിട്ടണമെന്നില്ല. നമ്മൾ ആദ്യം ചിന്തിക്കണം, നമ്മൾ പഠിച്ച 8 അക്ഷരങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഏത് അക്ഷരമാണ് ഇതിൽ വന്നിരിക്കണെന്നാണ്. ഏതാണ്, ഇലാന്ന് നമ്മൾ പഠിച്ച 8 അക്ഷരം ഇങ്ങനെ ചൊല്ലി നോക്കിയാൽ കിട്ടും. ആ ഇലാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇലയാണ് എന്ത്, ജാറ്. അപ്പൊ ജാറ് എന്നുള്ള കോളത്തിൽ ഇലാന്ന് എഴുതുക. ഇനി നമ്മള് ആ പഠിച്ച അർഫാളൊക്കെ ജാറേക്കാരം ട്ടോ. അപ്പൊ ഇലാന്ന് എഴുതുക. അതിന് തൊട്ട് ശേഷം വന്ന വാക്കുണ്ടല്ലോ, ഇല കഴിഞ്ഞ ഉടനെ വന്ന വാക്ക്, അതാണ് എന്തെന്നുള്ളത്, മജ്റൂർ. അപ്പൊ ഏതേക്കാരം ഇവിടെ മജ്റൂർ വരിക, സൂക്ക് എന്നുള്ളത്. അതുപോലെ അടുത്ത് നോക്കുക, റജ യാസിറുൻ മിനൽ മദ്രസത്തി. ഇപ്പൊ നമ്മൾ പഠിച്ച 8 വാക്കിൽ ഏതുണ്ടതില്, മിന എന്നുള്ളത് വന്നപ്പോണല്ലേ. അപ്പൊ ഏതേക്കാരൻ ജാർ ഏതാണ്, മിന. അതിന്റെ അടുത്ത് തൊട്ട വാക്ക് ഏതാണ്, മദ്രസത്തി. അപ്പൊ അതാണ് എന്തെന്നുള്ളത്, മജ്റൂർ എന്നുള്ളത്. ആ രൂപത്തിൽ പൂരിപ്പിക്കുക. ഇനി അടുത്ത് നോക്കി, അൽ മാലു കല്ലില്ലി അല്ലെ, അൽ മാലു കല്ലില്ലി. ഇനി നമ്മൾ പഠിച്ച 8 ഹർഫില്ലേ, അതിൽ ഏതാണ് ഇപ്പൊ ഇതിലത്, മാല ഏതായാലും ഇല്ലേ, അല്ലെ, കാഫ് നമ്മൾ പഠിച്ചിട്ടില്ലേ 8 ഹർഫില്. അപ്പൊ കാഫാണ് എന്ത്, ജാറ്. അപ്പൊ മജ്റൂർ ഏതേക്കാരം, അതിന്റെ തൊട്ട ഉടനെ വരുന്ന വാക്ക് ഏതാണ്, ഇതില്ലേ. ഇനി അടുത്ത് നോക്കി, കതബ ദാരിസു ബിൽ കലമി. ഏതാണ് നമ്മൾ പഠിച്ച വാക്ക്, ഏതാണ്, ബാ നമ്മൾ പഠിച്ചില്ലേ, ബി ബി, കൊണ്ട്, ബിൽ കലമി പേന കൊണ്ട്. അപ്പൊ അതാണ് എന്തെന്നുള്ളത്, ജാറ്. അപ്പൊ ഇതിന്റെ മജ്റൂർ ഏതാണ്, കലമ്. ആ രൂപത്തിൽ നമുക്ക് വളരെ സുഖമായിട്ട് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് 8 ഹർഫ് ഇതിന്റെ അർത്ഥം പഠിക്കണം എന്ന് പറഞ്ഞ കേട്ടോ. ഇനി അടുത്ത് നോക്കി നിങ്ങള്, നുക്കമ്മിലിൽ ഫറാ മിമ്മ ബൈനൽ കൗസൈനി. ബ്രാക്കറ്റിൽ നിന്ന് ഹറഫുകൾ ഉണ്ടല്ലോ, ജെറിന്റെ ഹറഫുകള്, അതുകൊണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അപ്പൊ അൽ മുസ്ലിമു യുസല്ലിമു അലൽ മുസ്ലിമീൻ നമ്മൾ പഠിച്ചതല്ലേ അല്ലെ. മുസ്ലിം എന്താവും, മറ്റൊരു മുസ്ലിമിന്റെ മേൽ സലാം പറയും. അതുപോലെ അബുഅദുൽ ബിലാദി, അള്ളാഹുവിന് നാടുകളിൽ വെച്ച് ഏറ്റവും വെറുപ്പുള്ള ഏതാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് നോക്കുമ്പോ ഏറ്റവും വെറുപ്പുള്ള ഏതാണ്, അങ്ങാടികളല്ലേ. അപ്പൊ അവിടെ ഇലല്ലാഹി നാട്ടെ വരിക. അതുപോലെ അൽ മുഅ്മിനു യുഅ്മിനു, അൽ അൽ മുഅ്മിനു വിശ്വാസി അല്ലെ, യുഅ്മിനു വിശ്വസിക്കും. എന്തുകൊണ്ട്, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ടും, വല്യൗമിൽ ആഖിരി അന്ത്യദിനത്തെ കൊണ്ടും. അപ്പൊ അവിടെ ബി എന്നാണ് വരിക, ബില്ലാഹി. അതുപോലെ അടുത്തെന്താണ്, അൽ മുഅ്മിനു യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അവ താൻ ഇഷ്ടപ്പെടുന്ന തന്റെ സഹോദരൻ എന്താവും, ഇഷ്ടപ്പെടുന്നുള്ളതാണ് പറഞ്ഞൊരു വിശ്വാസി. അപ്പൊ ലി അഖീഹി എന്നാണ് വരിക. അതൊക്കെ പുസ്തകത്തിൽ തദ്രീബാത്തിൽ വന്ന ഭാഗമാണ്. അതൊക്കെ നല്ലേക്കിന് കാണാൻ പഠിച്ചാൽ പിന്നെ ഒരു പ്രയാസം ഉണ്ടാവൂല. അപ്പൊ നല്ലോണം പഠിക്കുക. പ്രത്യേകിച്ച് ലിസാനില് എന്റെ മക്കളോടൊക്കെ പറയാനുള്ളത്, ലിസാനില് തദ്രീബാത്തിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും പൂർണ്ണമായിട്ടും പഠിക്കുക.
പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും തദ്രീബാത്ത് ചോദ്യങ്ങളാണ് പൂർണ്ണമായിട്ടും ഉണ്ടാവുക. പിന്നെ പുസ്തകത്തിലെ പാഠഭാഗത്തുനിന്ന് ചിലത് അർത്ഥം എഴുതാനും അതുപോലെ അറബി എഴുതാനൊക്കെ ഉണ്ടാവുള്ളൂ ചില വാക്കുകളുടെ അർത്ഥം. അപ്പൊ നല്ലോണം പഠിക്കുക. ഫുൾ മാർക്ക് കിട്ടണം എന്നുള്ളൊരു പാഠങ്ങളും പൂർണ്ണമായിട്ടും പഠിക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതാത് പാഠങ്ങളുടെ വീഡിയോ ഉണ്ട്, അത് കേട്ടാൽ എന്താവും എല്ലാ സംശയങ്ങളും തീരും. അതിൽ വിശദമായിട്ട് ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ നല്ലപോലെ അത് കേൾക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എക്സാം ഒക്കെ വളരെ എളുപ്പമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും.